എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഹോട്ടൽ രുചിയിലുള്ള ഉരുളക്കിഴങ്ങ് ബാജിക്കറിയാണ്. രാവിലത്തെ തിരക്കു പിടിച്ച ജോലിക്കിടയിൽ ഇതുപോലൊരു കറി തയ്യാറാക്കാൻ പഠിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ തന്നെ എളുപ്പമായിരിക്കും. ഇനി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പൂരിക്കും ചപ്പാത്തിക്കും അപ്പത്തിനും പുട്ടിനും ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഡിഷാണ്. എടുക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ കഴിക്കാനും നല്ല സ്വാദാണ്. ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു എളുപ്പക്കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കല്ലേ. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഹോട്ടൽ രുചിയിൽ കിട്ടുന്ന ബാജിക്കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ഉരുളക്കിഴങ്ങും ഒരു പകുതി ക്യാരറ്റും ഒരു സവാളയും ഒരു ചെറിയ തക്കാളിയും 3 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും ചേരുവകൾ എടുത്താൽ നമുക്കൊരു 5 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവാണ്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കഷ്ണങ്ങൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വേവിച്ചെടുക്കുന്നതിനായിട്ടൊരു കുക്കറിലേക്കാണ് മാറ്റുന്നത്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറിയ തക്കാളി കൂടെ കട്ട് ചെയ്ത് ചേർക്കാം. തക്കാളിയുടെ അളവൊന്നും കൂടി പോകരുത്. ഇനി നമുക്ക് സവാള കൂടെ കട്ട് ചെയ്ത് ചേർക്കാം. നമുക്കൊരു 2 മിനിറ്റ് മാത്രം മതിയാകും ഇതുപോലെ ഭൂരി ബാജി തയ്യാറാക്കി എടുക്കാനായിട്ട്. സവാളയും കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തതും 5 അല്ലി വെളുത്തുള്ളിയും കൂടെ തന്നെ ഇതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. കഷ്ണങ്ങളുടെ മേലെ നിൽക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. കറിക്ക് ആവശ്യമായ കല്ലുപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം. കുക്കർ മൂടിയതിനു ശേഷം വേവിക്കാൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 4 വിസിലിന് ശേഷം കുക്കറിന്റെ എയറെല്ലാം പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കുടൻ തന്നെ ബാജിക്കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് നല്ലപോലെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർക്കാം. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നല്ല ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ജീരകം ചേർക്കുന്നില്ല. കടുകും ഉഴുന്ന് പരിപ്പൊക്കെ നല്ലപോലെ പൊട്ടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പില കൂടെ ചേർക്കാം. വറവൊക്കെ നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഹോട്ടൽ രുചി കിട്ടുന്നതിനായിട്ട് നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിലെ കടലപ്പൊടി കൂടെ ചേർക്കാം. കടലപ്പൊടി കൂടി ചേർത്ത് കറി തയ്യാറാക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക സ്വാദൊക്കെ കിട്ടുന്നതും നമ്മുടെ കറി നല്ല കുറുകിയ പാകത്തിലേക്ക് ആയി കിട്ടുന്നതും. കടലപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ കൂടെ ചേർക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്താണ് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതും. കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഉടയാത്ത കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് ഉടച്ചുകൂടെ കൊടുക്കണം. ഇനി ചെറിയ തീയിൽ വെച്ച് നല്ലപോലെ ഒന്ന് കറി തിളച്ചു വരുന്ന താമസം മാത്രമേ ഉള്ളൂ. വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബാജിക്കറി തയ്യാറാക്കി എടുക്കാനായി ഇതുപോലൊരു രുചിയേറിയ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു 2 മിനിറ്റ് മാത്രമാണ് നമുക്ക് സമയം ആവശ്യമായി വരിക. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പൂരിക്കും ചപ്പാത്തിക്കും പുട്ടിനും എല്ലാത്തിനും പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് അടുത്ത ദിവസവും ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാത്തിരിക്കുക.